ഹായ് എവ്രി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മോട്ടിവേഷൻ്റെ തിയറീസിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് തിയറീസ് മോട്ടിവേഷനിലുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും 5 തിയറീസാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മോട്ടിവേഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസൈഡ് ഗോൾസ്. അവരുടെ ഡിസൈഡ് ആയിട്ടുള്ള അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് 5 തിയറീസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ തിയറീസ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, 2 ഹെർസ്ബാഗ്സ് 2 ഫാക്ടർ തിയറി, 3 MC ക്ലെലൻസ് അച്ചീവ്മെൻറ്റ് തിയറി, 4 MC ഗ്രിഗേഴ്സ് തിയറി എക്സ് ആൻഡ് തിയറി വൈ, 5 തിയറി സെഡ് വില്യം ജിയോച്ചിയുടെ തിയറി സെഡ്. ഈ മോട്ടിവേഷനിൽ നമുക്ക് ഒരുപാട് തിയറീസ് പറഞ്ഞ് അതിൽ ഈ തിയറീസ് എന്തിനു വേണ്ടിയിട്ടാണുള്ളതെന്ന് വെച്ചാൽ ഈ മോട്ടിവേഷന് എങ്ങനെ നമ്മുടെ ഇതിൽ കൊണ്ടുവരാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിയറീസ് ഓഫ് മോട്ടിവേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ തിയറിയാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ നോക്കാം. ഒന്നാമത്തെ തിയറി മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് എബ്രഹാം ഹരോൾഡ് മാസ്ലോ, എബ്രഹാം എച്ച് മാസ്ലോ എന്ന് പറയുന്നുണ്ട്. എബ്രഹാം ഹരോൾഡ് മാസ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് വൈഡർലി ആക്സെപ്റ്റഡ് തിയറി. ഈ മറ്റുള്ള തിയറീനെ അപേക്ഷിച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളയും വൈഡർലി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഈ ഒരു തിയറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സെർട്ടൈൻ പ്രപ്പോസിഷൻസിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു തിയറി ഉണ്ടായിട്ടുള്ളത്. ആ തിയറിയുടെ ചില പ്രപ്പോസിഷൻസ് ഏതിൻ്റെയൊക്കെ ബേസിലാണ് എന്നുള്ള ആ പ്രപ്പോസിഷൻസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് വാണ്ട്സ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആർ അൺലിമിറ്റഡ്. എന്താ പറയുന്നത്, നമ്മുടെ വാണ്ട്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആഗ്രഹങ്ങൾ എന്താ, അൺലിമിറ്റഡ് ആണ്. അതായത് ഒരു ആഗ്രഹം കഴിഞ്ഞാൽ അടുത്ത ഹ്യൂമൻ ബീങ്സിന് അടുത്ത ആഗ്രഹം വരും. ആ ആഗ്രഹം അച്ചീവ് ചെയ്താൽ അടുത്ത ആഗ്രഹം വരും. ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് അവസാനിക്കുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ഹ്യൂമൻസിൻ്റെ വാണ്ട്സ് എന്താ, അൺലിമിറ്റഡ് ആണ്. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. രണ്ടാമത്തത് ഓൺലി നീഡ്സ് വിച്ച് ആർ നോട്ട് എ സാറ്റിസ്ഫൈഡ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാത്ത, അതായത് എന്തെങ്കിലും അച്ചീവ് ചെയ്യാത്ത നീഡ്സാണ് എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ്സിനെ കൂടുതലായിട്ടും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, വാണ്ട്. ആ ആഗ്രഹത്തിന് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, ക്യാഷും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മൾ ആ ആഗ്രഹം അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. അപ്പോൾ ഓൺലി നീഡ്സ് വിച്ച് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. സാറ്റിസ്ഫൈ ചെയ്യാത്ത നീഡ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ്സിനെ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിപ്പോസിഷനാണ് ദ നീഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ഇമ്പോർട്ടൻസ്. ഈ ഒരു തിയറിയിൽ, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ കുറച്ച് പ്രപ്പോസിഷൻ്റെ ബേസിലാണെന്ന് പറഞ്ഞ് അതിലൊരു പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ വാണ്ട്സിൻ്റെ നീഡ്സിനെ, ഹ്യൂമൻ വാണ്ട്സിൻ്റെ ആവശ്യങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പിരമിഡാക്കിയ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ നീഡ്സിനെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടും അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ആസ് സൂൺ ആസ് ലോവർ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദെൻ ഓൺ ദ നെക്സ്റ്റ് ഹയർ ലെവൽ നീഡ് എമർജ് ആൻഡ് ഡിമാൻഡ് സാറ്റിസ്ഫാക്ഷൻസ്. നമ്മൾ ഫസ്റ്റായിട്ട് ഈ ഒരു തിയറി പ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിന് ഉയർന്നുള്ള നീഡ്സിലോട്ട് നമ്മൾ എത്തിപ്പെടുക. നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ആസ് സൂൺ ആസ് ദ ലോവർ നീഡ്സ്, നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം അടുത്ത നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക, അതിനുശേഷം അടുത്ത നീഡ്സ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു തിയറിയിൽ ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇതാണ് ഒരു പ്രിപ്പോസിഷൻ, കുറച്ച് പ്രിപ്പോസിഷൻ്റെ ബേസിലാണ് എന്തെന്ന് പറഞ്ഞ് ഈ ഒരു തിയറി എന്ന് പറഞ്ഞത്. ഇനി
ഹ്യൂമൻ നീഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞേ. അതിൽ ഹ്യൂമൻ നീഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് നീഡ്സ്. ഒന്നാമത്തത് പ്രൈമറി നീഡ്സ് എന്നും രണ്ടാമത്തത് സെക്കൻഡറി നീഡ്സ് എന്നും. പ്രൈമറി നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഓർ ഇൻറ്റിമേറ്റ് ഓർ ഫിസിയോളജിക്കൽ നീഡ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള നീഡ്സ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മനുഷ്യനോട് ഹ്യൂമൻ ബീങ്സിനോട് ഏറ്റവും അടുത്തായിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിനാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സെക്സ്, എയർ, സ്ലീപ്പ്, ക്ലോത്തിങ് എക്സെട്ര. ഇതൊക്കെ എന്താ മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്. നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജീവിക്കോ? വാട്ടർ കിട്ടിയില്ല എന്ന് ജീവിക്കോ? ഷെൽട്ടർ, എയർ, സ്ലീപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് ഒന്നും എന്ത് ചെയ്യില്ല? പ്രൊഡക്റ്റീവ് ആവില്ല. നമ്മുടെ ജീവൻ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ജീവനെ അത് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സിനാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി നീഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു നീഡാണ് സെക്കൻഡറി നീഡ്സ്. സെക്കൻഡറി നീഡ്സിൽ പറയുമ്പോൾ സെൽഫ് എസ്റ്റീം, സെൻസ് ഓഫ് ഡ്യൂട്ടി, ഇതൊക്കെ എന്താ സെക്കൻഡറി നീഡ്സ് ആണ്. സെൽഫ് എസ്റ്റീം എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ്, അതുപോലെ തന്നെ മറ്റുള്ള കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇതിൽ വരും, സെക്കൻഡറി നീഡ്സിൽ വരും. ഇനി നമുക്ക് ഓരോ നീഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഡിവൈഡഡ് ഹ്യൂമൻ നീഡ്സ് ഇൻറ്റു 5 ലെവൽ. നമ്മൾ പറഞ്ഞു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്തിൻ്റെ ബേസിലാണെന്ന് പറഞ്ഞു? ഓരോ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ നീഡ്സിനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു പിരമിഡ് രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിനെ. അങ്ങനെ ഈ ഒരു അയാളുടെ നീഡ്സിനെ മുഴുവനായിട്ടുള്ള നീഡ്സിനെ നമുക്ക് പ്രധാനമായിട്ടും 5 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 5 ലെവലാക്കിയിട്ട് നമുക്ക് ഹ്യൂമൻ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഈച്ച് ലെവൽ റെപ്രസെൻ്റ് എ ഗ്രൂപ്പ് ഓഫ് നീഡ്സ്. ഓരോ ലെവലും നമ്മൾ 5 ലെവലാക്കിയിട്ട് നമ്മൾ ഹ്യൂമൻ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൽ ഓരോ ലെവൽസിനെയും എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഓരോ ലെവൽസിനും എ ഗ്രൂപ്പ് ഓഫ് നീഡ്സ് ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ നീഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ നീഡ്സാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഏറ്റവും പിരമിഡ് രൂപത്തിലാണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും ലോവസ്റ്റിൽ വരുന്ന ഒരു നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, ബേസിക് ആയിട്ട് വരുന്ന നീഡ്സ്. ദിസ് ഗ്രൂപ്പ് ഇൻക്ലൂഡ് നീഡ് ഫോർ ഫുഡ്, ഡ്രിങ്ക്, ഓക്സിജൻ, സ്ലീപ്പ്, സെക്സ്, ഇതൊക്കെ എന്താ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സാണ്. മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള നീഡ്സാണ് ഫുഡ്, ഡ്രിങ്ക്, ഓക്സിജൻ, എയർ, വാട്ടർ കാര്യങ്ങളൊക്കെ എന്താ ഫിസിയോളജിക്കൽ ബേസിക് ആയിട്ട് മനുഷ്യനെ നിലനിൽക്കണമെങ്കിൽ ഈ നീഡ്സൊക്കെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മനുഷ്യൻ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഒരു ഹ്യൂമൻ ബീയിങ്സ് അച്ചീവ് ചെയ്യേണ്ട നീഡ്സാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫുഡ് ഉണ്ടായിരിക്കണം, വെള്ളം കിട്ടിയിരിക്കണം, അയാൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ വേണം, എയർ, എൻവയോൺമെൻറ്റ്, സ്ലീപ്പ്, സെക്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യുള്ളൂ? അടുത്ത നീഡ്സിലോട്ട് അയാൾക്ക് പോകാൻ കഴിയുള്ളൂ. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഒരു നീഡ്സാണ് പറയുന്നത് സേഫ്റ്റി നീഡ്സ്. നമ്മൾ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം അടുത്ത അച്ചീവ് ചെയ്യേണ്ട നീഡ്സാണ് സേഫ്റ്റി നീഡ്സ് ഓർ സെക്യൂരിറ്റി നീഡ്സ്. ഈ സേഫ്റ്റി നീഡ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് സെക്യൂരിറ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് ഇൻക്ലൂഡ് പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ഹാം, health, economic disaster, job security, etc. നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് ഫുഡ് കിട്ടി, വെള്ളം കിട്ടി, എയർ ശ്വസിക്കാനുള്ള എയർ കിട്ടി, നല്ല സ്ലീപ്പ് ഉണ്ടായി, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത് അതിനുശേഷം നമ്മൾ ജീവിക്കാൻ നമുക്ക് എന്ത് വേണം? സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് മറ്റുള്ളവരിൽ നിന്നും എന്ത് വേണം? സെക്യൂരിറ്റി വേണം. അതായത് ഇപ്പോൾ ഷെൽട്ടർ വേണ്ട, നമുക്ക്
സേഫ്റ്റിക്ക് വേണ്ടി ഷെൽട്ടർ, അല്ലെങ്കിൽ ഫിസിക്കൽ ഹാം, പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ഹാം, ഫിസിക്കലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷന്, ഹെൽത്ത്, എന്തെങ്കിലും ഹെൽത്തിന് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷന്, എക്കണോമിക് ഡിസാസ്റ്റർ, എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ, എർത്ത് കേക്ക്, ഫ്ലഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള സേഫ്റ്റി, പിന്നെ ജോബ് സെക്യൂരിറ്റി, ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ നമുക്ക് ജോബിൽ ഉണ്ടാവേണ്ട സെക്യൂരിറ്റി, ഇതൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ലെവലിൽ ഹ്യൂമൻ ബീയിങ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് സേഫ്റ്റി നീഡ്സ് ഓർ സെക്യൂരിറ്റി നീഡ്സ്. അതിൽ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ ഫ്രം ഫിസിക്കൽ ഹാം, ഹെൽത്ത്, എക്കണോമിക് ഡിസാസ്റ്റർ, ജോബ് സെക്യൂരിറ്റി, ജോബ് സേഫ്റ്റി, ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, ഹ്യൂമൻ ബീയിങ്സിന് സേഫ്റ്റി വേണം. നെക്സ്റ്റ് മൂന്നാമത്തെ ലെവൽ ഓഫ് നീഡാണ് വരുന്നത് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ബിലോങ്ങിങ് ഓർ ലവ് നീഡ്സ്, ലവ് ആൻഡ് ടു ബി ലൗഡ്. അതായത് സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ലവ് ആൻഡ് ടു ബി ലൗഡ്, അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു നീഡാണ് ഇതെന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ്. An individual who motivated in the level wants to receive or give affection or love with the others. എന്ത് വേണം, ഒരു ഇൻഡിവിജ്വൽ മോട്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആരെങ്കിലും നമ്മൾ സ്നേഹിക്കാൻ വേണം, അതുപോലെ തന്നെ നമ്മളെ ആരെങ്കിലും എന്ത് ചെയ്യണം, സ്നേഹിക്കാൻ വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലി, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, സൊസൈറ്റി, ഇതൊക്കെ എന്താ സോഷ്യൽ നീഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ദീസ് നീഡ്സ് മെയിൻലി ഇൻക്ലൂഡ് ദ നീഡ് ഫോർ കോൺവെർസേഷൻ, സോഷ്യബിലിറ്റി, എക്സ്ചേഞ്ച് ഓഫ് ഫീലിങ്സ് ആൻഡ് ഗ്രീവൻസസ് എക്സെട്ര. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്ത് ചെയ്യണം, അത് നമ്മൾ അനുഭവിക്കണം. അതിന് പകരം നമുക്ക് മറ്റുള്ളവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുമായിട്ട് നമുക്കത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നത് വഴി നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ സാഡ്നെസ് ഒന്നുകൂടെ നമുക്ക് കുറയും. അപ്പോൾ സോഷ്യൽ നീഡ്സിൽ എന്ന് പറയുന്നത് ലവ് ആൻഡ് ടു ബി ലൗഡ്, നമുക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇത് വേണം. അതിലാണ് ഇത് വരുന്നത് സോഷ്യൽ നീഡ്സിൽ നമുക്ക് വരുന്നത്. ആ ഒരു നീഡ്സ്, ബിലോങ്ങിങ് ഓർ ലവ് നീഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യണം സോഷ്യൽ നീഡ്സിൽ. അപ്പോൾ 3 നീഡ്സാണ് പറഞ്ഞത്. ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള നീഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്. അതായത് ഫുഡ്, ഡ്രിങ്ക്, ഓക്സിജൻ, സ്ലീപ്പ്, ഇതൊക്കെ ഇതിൽ വരും, ഫിസിയോളജിക്കൽ നീഡ്സിൽ വരും. ദെൻ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സിൽ വരുമ്പോൾ ജോബിൽ നിന്നുള്ള സെക്യൂരിറ്റി, ഹെൽത്തിൽ നിന്നുള്ള സെക്യൂരിറ്റി, ഫിസിക്കൽ ഹാം, എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള സെക്യൂരിറ്റി, എന്തെങ്കിലും എൻവയോൺമെൻറ്റ് ഡിസാസ്റ്റർ വരുമ്പോൾ അതിൽ നിന്നുള്ള ഫെസിലിറ്റി, അതിൽ നിന്നുള്ള സെക്യൂരിറ്റി, ഇതൊക്കെ ഏതാ സേഫ്റ്റി നീഡ്സ് ഓർ സെക്യൂരിറ്റി നീഡ്സ്. അതും സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ മൂന്നാമത്തെ നീഡ്സ് അറൈസ് ചെയ്യും, അതാണ് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ലവ് ആൻഡ് ടു ബി ലൗഡ്, നമുക്ക് സ്നേഹിക്കാനും നമ്മൾ ആരെങ്കിലും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു നീഡ്സാണ് ഇതെന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ്. അതിൽ വരുന്നത് ഫ്രണ്ട്ഷിപ്പ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, ദെൻ ഫാമിലി, സൊസൈറ്റി, കാര്യങ്ങളൊക്കെ ഇതിൽ വരും, സോഷ്യൽ നീഡ്സിൽ വരും. നെക്സ്റ്റ് ലെവൽ ഓഫ് നീഡ്സ് ആണ് എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് നമ്മൾ എന്ത് ചെയ്ത് ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് അതിനുശേഷം നമ്മൾ സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് അതിനുശേഷം നമ്മൾ സോഷ്യൽ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് അതിനുശേഷം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു നീഡാണ് എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്നും, രണ്ട് പബ്ലിക് എസ്റ്റീം നീഡ്സ് എന്നും. സെൽഫ് എസ്റ്റീം നീഡ്സിൽ വരുന്നത് എ പേഴ്സൺ ഫീൽസ് ദാറ്റ് ഹീ ഈസ് ഡൂയിങ് സംതിങ് വർത്ത് വൈൽ. അതായത് ഒരു പേഴ്സൺ എന്ത് ചെയ്യുക, അയാൾ വിചാരിക്കുക ഞാൻ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ഏറ്റവും മൂല്യമുള്ളതായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അയാൾക്ക് ഫീൽ ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം നീഡ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ഡിസയർ ഫോർ കോമ്പറ്റീഷൻ, കോൺഫിഡൻസ്, പേഴ്സണൽ സ്ട്രെങ്ത്, അച്ചീവ്മെൻറ്റ്, ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. ഈ കാര്യങ്ങളൊക്കെ ഏതിന് എക്സാമ്പിളാണ്, സെൽഫ് എസ്റ്റീമിന് എക്സാമ്പിളാണ്. ഇപ്പോൾ അച്ചീവ്മെൻറ്റ്, അയാൾ എന്തെങ്കിലും സ്വയം സെൽഫ് എസ്റ്റീമാണ്, സ്വയം എന്തെങ്കിലും അയാൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഇതൊക്കെ ഏതിൽ വരും
സെൽഫ് എസ്റ്റീമിൽ വരും. അയാൾക്ക് സ്വയം പറഞ്ഞു നടക്കാൻ ഉള്ള കാര്യങ്ങൾ, അതാണിത് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അതായത് അയാൾക്ക് അയാളുടേതായിട്ടുള്ള കഴിവുകളും സ്കില്ലും അതൊക്കെയാണ് ഇതിൽ വരുന്നത്, സെൽഫ് എസ്റ്റീമിൽ വരുന്നത്. രണ്ടാമത്തെ ഒരു എസ്റ്റീമാണ്, എസ്റ്റീമിൻ്റെ രണ്ടാമത്തെ ടൈപ്പാണ് പബ്ലിക് എസ്റ്റീം. പബ്ലിക് എസ്റ്റീമിൽ പ്രസ്റ്റീജ്, റെക്കഗ്നിഷന്, അപ്രീസിയേഷന്, സ്റ്റാറ്റസ് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരും, പബ്ലിക് എസ്റ്റീമിൽ വരും. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ ഇയാളെ എങ്ങനെയാണ്, ഇയാൾക്ക് നല്ല സൊസൈറ്റിയിൽ നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും, നല്ല പ്രസ്റ്റീജ് ആയിരിക്കും, നല്ല റെക്കഗ്നിഷൻ ആയിരിക്കും, നല്ലൊരു അപ്രീസിയേഷൻ ആയിരിക്കും. അയാൾ നല്ല സൊസൈറ്റിയിൽ ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്, നല്ല പൈസക്കാരനാണ്, അയാൾ സൊസൈറ്റിയോട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ദാനം ചെയ്യുന്നുണ്ട്, പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാം ഫങ്ഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യം മറ്റുള്ളവരുടെ മുന്നിലുള്ള ഒരു എസ്റ്റീം അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ്, അതിനെയാണ് എന്തെന്ന് പറയുക, പബ്ലിക് എസ്റ്റീം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എസ്റ്റീം നീഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സെൽഫ് എസ്റ്റീം നീഡ്സ് ഉണ്ടായിരിക്കും, പബ്ലിക് എസ്റ്റീം നീഡ്സ് ഉണ്ടായിരിക്കും. സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുമ്പോൾ അയാൾ എന്തെങ്കിലും സ്വയം മൂല്യമുള്ളതായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്വയം വിലയിരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. പബ്ലിക് എസ്റ്റീം എന്ന് പറയുമ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക് അയാളെ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്, അയാളുടെ പ്രസ്റ്റീജ്, അയാളുടെ റെക്കഗ്നിഷൻ, അപ്രീസിയേഷൻ, അയാളുടെ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ അയാളുടെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നൊക്കെയാണ് ഈ എസ്റ്റീം നീഡ്സിൽ വരുന്നത്. ഇനി അഞ്ചാമത്തെ ഏറ്റവും പിരമിഡിൻ്റെ ഏറ്റവും ഫസ്റ്റുള്ള ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നീഡ്സാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹു ഹാസ് അച്ചീവ്ഡ് ദ ഹയസ്റ്റ് ലെവൽ പ്രൊസസ് ടുവാർഡ്സ് ഫുൾ യൂസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഹിസ് ടാലൻസ്, കപ്പാസിറ്റീസ്, കപ്പബിലിറ്റീസ് ആൻഡ് പൊട്ടൻഷ്യാലിറ്റീസ്. അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സ് അയാളുടെ ഫുള്ളായിട്ടുള്ള ടാലൻസും കപ്പാസിറ്റീസും കപ്പബിലിറ്റീസും പൊട്ടൻഷ്യാലിറ്റീസും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് ഇതെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. അയാളുടെ മാക്സിമം കപ്പാസിറ്റി, മാക്സിമം എഫിഷ്യൻസി, മാക്സിമം കപ്പബിലിറ്റി, മാക്സിമം പൊട്ടൻഷ്യാലിറ്റീസ് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അയാൾ വിചാരിച്ച പോലത്തുള്ള കാര്യങ്ങൾ അയാൾ അച്ചീവ് ചെയ്യുക. അതാണ് ഇതെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ നമ്മൾ പോപ്പുലേഷനിൽ 1% ആൾക്കാരൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്യുള്ളൂ. എക്സാമ്പിൾ മദർ തെരേസ, എബ്രഹാം ലിങ്കൺ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തായിരിക്കും എന്താവും ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മാത്രമേ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. അതായത് സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷനിൽ അല്ലെങ്കിൽ നല്ലൊരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മാക്സിമം എസ്റ്റീം നീഡ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ, പോയിട്ടുണ്ടായിരിക്കുള്ളൂ. നമ്മുടെ ഏറ്റവും നല്ല നല്ല വ്യക്തിത്വങ്ങളായിരിക്കും ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ മഹാത്മാഗാന്ധിജി, അങ്ങനെ ജവഹർലാൽ നെഹ്റു, എബ്രഹാം ലിങ്കൺ, മദർ തെരേസ, അങ്ങനത്തെ സൊസൈറ്റിയിൽ നല്ലതിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് ദ പേഴ്സൺ ഡിസൈർ ടു റീച്ച് ദ പീക്ക് ഓഫ് വൺ പൊട്ടൻഷ്യൽ. അയാളുടെ പൊട്ടൻഷ്യലും കപ്പബിലിറ്റീസ് എല്ലാം ഉപയോഗിച്ചിട്ട് അയാൾ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ആ ഒരു ഇതിനെയാണ്, ആ ഒരു അച്ചീവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറിറ്റ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറീൻ്റെ മെറിറ്റ്സ്. ഒന്നാമത്തെ മെറിറ്റ് എന്ന് പറയുമ്പോൾ മാസ്ലോസ് തിയറി ഓഫ് മോട്ടിവേഷൻ ഹെൽപ്പ് ദ മാനേജേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. ഈ ഒരു മാസ്ലോസ് നീഡ് തിയറിയിൽ വെച്ചിട്ട് ആ തിയറീൻ്റെ ബേസ് ചെയ്തിട്ട് ആ തിയറി നോക്കിയിട്ട് മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എംപ്ലോയിനെ അയാളുടെ ഓർഗനൈസേഷനിൽ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, മാനേജേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നോക്കിയിട്ട് അയാളിപ്പോൾ സൈക്കോളജിക്കൽ നീഡ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇനി അയാൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ നീഡ്സ് കൊടുക്കുക, സേഫ്റ്റി നീഡ്സ് കൊടുക്കുക, ആ സേഫ്റ്റി നീഡ്സും അച്ചീവ് ചെയ്യുക. ഇനി അയാൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ സോഷ്യൽ നീഡ്സ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനേജേഴ്സിനെ എംപ്ലോയീസിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ കഴിയും.
നെക്സ്റ്റ് മെറിറ്റ്സ് ആണ് മാസ്റ്റേഴ്സ് തിയറി ഓഫ് മോട്ടിവേഷൻ തിയറി ഈസ് വെരി സിമ്പിൾ, കോമൺ ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ. മാസ്റ്റേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, മാസ്റ്റേഴ്സ് തിയറി എന്ന് പറയുന്നത് മറ്റുള്ള തിയറീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഇതെന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് നീഡ് ഹയറാർക്കി തിയറി. Next, it accounts for both interpersonal and intrapersonal variations in human behavior. ഈ ഒരു തിയറിയിൽ ഇൻ്റർപേഴ്സണലായിട്ടുള്ള വാരിയേഷൻസും അതുപോലെ തന്നെ ഇൻട്രാപേഴ്സണലായിട്ടുള്ള വാരിയേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സൺസിൻ്റെ ഇടയിൽ മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണെന്നുള്ള ആ ഒരു റിലേഷനും, അതേപോലെ തന്നെ പേഴ്സണിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അതിലുള്ള വാരിയേഷൻസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മാസ്റ്റേഴ്സ് നീഡ് ഹയറാർക്കി തിയറിയിൽ മെഷർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മാസ്റ്റേഴ്സ് തിയറി ഓഫ് മോട്ടിവേഷൻ ഈസ് എ ഡൈനാമിക് ബിക്കോസ് ഇറ്റ് പ്രസൻറ്റ് മോട്ടിവേഷൻ ആസ് എ ചേഞ്ചിങ് ഫ്രം വൺ ലെവൽ ഓഫ് നീഡ്സ് ടു ദ അനദർ. അതായത് എന്താണെന്ന് പറയുന്നത്, മാസ്റ്റേഴ്സ് നീഡ് തിയറി എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റേബിൾ അല്ല. അതായത് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നമുക്കിപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് നമ്മൾ അച്ചീവ് ചെയ്ത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സേഫ്റ്റി നീഡ്സ് നമുക്ക് അച്ചീവ് ചെയ്ത് അതിനുശേഷം നമുക്ക് സോഷ്യൽ നീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് എസ്റ്റീം നീഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓരോ നീഡ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈനാമിക്കായിട്ട് നമുക്ക് ചേഞ്ച് വരുത്താൻ കഴിയും. ഇത്രയുമാണ് ഇതിൻ്റെ മെറിറ്റ്സ്, മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറിയുടെ മെറിറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറിയാണ് പഠിച്ചിട്ടുള്ളത്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എബ്രഹാം എച്ച് മാസ്ലോ ആണ്. അതിൽ കുറച്ച് പ്രപ്പോസിഷൻ ബേസ് ചെയ്തിട്ടാണ് തിയറി ഉള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആ തിയറിയിൽ 2 നീഡ്സാണുള്ളത്, പ്രൈമറി നീഡ്സും സെക്കൻഡറി നീഡ്സും. പിന്നെ ആ ഒരു തിയറീസിനെ 5 ലെവലാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ നീഡ്സിനെ ഒന്ന് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, ഓക്സിജൻ, വാട്ടർ, സെക്സ്, സ്ലീപ്പ് എക്സെട്ര ഒക്കെ ഇതിൽ വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ്. രണ്ടാമത്തെ സേഫ്റ്റി നീഡ്സ് ഓർ സെക്യൂരിറ്റി നീഡ്സ്, ഫിസിക്കൽ ഹാമിൽ നിന്നുള്ള പ്രൊട്ടക്ഷന്, അസുഖങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷന്, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്ററിൽ നിന്നുള്ള പ്രൊട്ടക്ഷന്, ജോബ് സെക്യൂരിറ്റി എന്നുള്ള പ്രൊട്ടക്ഷൻ, ഇതൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലെവൽ ഓഫ് നീഡ്സ്, സേഫ്റ്റി നീഡ്സ് ഓർ സെക്യൂരിറ്റി നീഡ്സ്. മൂന്നാമത് സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അതായത് നമുക്ക് ആരെങ്കിലും സ്നേഹിക്കാനും നമ്മളെ ആരെങ്കിലും സ്നേഹിക്കാനും, ഇപ്പോൾ ഫാമിലി, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, സൊസൈറ്റി, അതൊക്കെ ഇതിലിടും, സോഷ്യൽ നീഡ്സിൽ വരും. ദെൻ എസ്റ്റീം നീഡ്സിൽ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, സെൽഫ് എസ്റ്റീം എന്നും പബ്ലിക് എസ്റ്റീം എന്നും. ദെൻ ലാസ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഏറ്റവും പീക്കിലുള്ള നീഡാണ് ഏതെന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അത് അച്ചീവ് ചെയ്യുന്ന പേഴ്സൺസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാരും അച്ചീവ് ചെയ്യുക എസ്റ്റീം നീഡ്സ് വരെ ആയിരിക്കും. അതിൽ ഏറ്റവും കുറഞ്ഞ ആൾക്കാർ മാത്രമേ എന്തെഴുതുള്ളൂ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ മെറിറ്റ്സുമാണ് പഠിച്ചത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.